പരാപ്രത്യക്ചിതീരൂപ പശ്യന്തി പരദേവത. പര എന്ന ശബ്ദബ്രഹ്മമാണ് ദേവി. നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ബോധം തന്നെയാണ് അത്. പശ്യന്തി എന്ന വാക് സ്വരൂപിണിയും ദേവി തന്നെ. സർവവും തന്നിൽ കാണുന്ന ദേവി എന്നർത്ഥം. ദേവി പരദേവതയാണ്. ജഗദംബ എല്ലാ ജീവികൾക്കും വാത്സല്യം നൽകുന്നു, എല്ലാ ദേവതകൾക്കും ശക്തിയും നൽകുന്നു. അതിനാൽ ദേവി പരമദൈവമാണ്. മധ്യമ എന്ന വാക് സ്വരൂപിണിയാണ് ദേവി. വൈഖരി എന്ന വാക് രൂപവും ദേവി തന്നെയാണ്. ഭക്തരുടെ മാനസ സരസിലെ അരയന്നപ്പിടയാണ് ദേവി. ശബ്ദബ്രഹ്മത്തിൻ്റെ 4 അവസ്ഥകളെയാണ് ഈ നാമം മുതൽ വിവരിക്കുന്നത്. പര, പശ്യന്തി, മധ്യമ, വൈഖരി ഇവയാണ് ശബ്ദബ്രഹ്മത്തിൻ്റെ 4 അവസ്ഥകൾ. ശബ്ദമുണ്ടാവുന്നത് ബോധത്തിൽ നിന്നാണ്. സംസാരിക്കാൻ തുടങ്ങുന്ന ഉടനെ മൂലാധാരത്തിൽ ശബ്ദബ്രഹ്മം നിഷ്പന്ദമായി പ്രകാശിക്കുന്നു. ബോധത്തിൽ നിന്നും വേർപെടാതെ നിൽക്കുന്ന അവസ്ഥയാണ് പര. ശബ്ദം നാഭീദേശത്തുള്ള സ്വാധിഷ്ഠാനം വരെ ഉയർന്ന് മനസ്സോട് ചേരുന്ന അവസ്ഥയാണ് പശ്യന്തി. ഈ സമയം മനസ്സിൽ ശബ്ദമുണർന്ന് ഉയർന്ന് ഹൃദയത്തിലെ അനാഹതത്തിലെത്തി ബുദ്ധിയുമായി ചേർന്ന് പൂർണ്ണ വികാസം പ്രാപിക്കുന്ന അവസ്ഥയാണ് മധ്യമ. വാക്ക് അവിടെ പൂർണ്ണ വളർച്ചയെത്തി ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നതാണ് വൈഖരി.